ചക്രമുടി ഭൂമി കയ്യേറിയെന്ന തനിക്കെതിരെയുള്ള ആരോപണത്തിൽ കഴമ്പില്ലെന്ന വാദവുമായി സിബി ജോസഫ് രംഗത്ത്. പട്ടയമടക്കമുള്ള രേഖകൾ കൈവശമുണ്ടെന്ന് സിബി ജോസഫ് ഇടുക്കി പ്രസ് ക്ലബ്ബിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ബൈസൺ വാലി പഞ്ചായത്തിലെ ചക്രമുടി മലനിരകൾ കയ്യേറി അനധികൃത നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയെന്നാരോപിച്ച് പ്രതിഷേധം ശക്തമായിക്കൊണ്ടിരിക്കുകയാണ്. ഈ സാഹചര്യത്തിലാണ് ആരോപണ വിധേയനായ സിബി ജോസഫ് തനിക്കെതിരെയുള്ള ആരോപണത്തിൽ കഴമ്പില്ലെന്ന വാദവുമായി രംഗത്ത് വന്നിരിക്കുന്നത്. ഇതിങ്ങനെ നിൽക്കുന്ന സമയത്ത് അവിടെ കയ്യേറ്റം എന്ന് പറഞ്ഞു വരുന്ന വാർത്ത ശരിക്കും സാമ്പത്തികം കൊടുക്കാത്തതിൻ്റെ പേര് വന്നതാണ്. സാമ്പത്തികം അങ്ങനെ കൊടുത്ത് നമ്മളൊരു പണി ചെയ്യാൻ നടക്കത്തില്ല. അതാണ് നമ്മുടെ ഇപ്പം നിങ്ങളെല്ലാം വിളിച്ച് പറഞ്ഞിരിക്കുന്നതിൻ്റെ കാരണം അത് തന്നെയാണ്. ഒരാൾക്കും അനധികൃതമായി ചോദിക്കുന്ന പൈസ 10 ലക്ഷം രൂപ 15 ലക്ഷം രൂപ അതൊക്കെ പൊതുജനങ്ങളാണ് ചോദിക്കുന്നത്. അവിടെയുള്ള ഈ പരാതിക്കാരായ ജോൺസന്, നാഗരാജ് ഇവരൊക്കെയാണ് 10 ലക്ഷം രൂപ വരുന്നത്. ഓരോരുത്തരും വന്ന് ചോദിക്കുകയാണ്. അങ്ങനെ ആദിവാസികളെ കയറ്റി അവിടെ ഷെഡ് കിട്ടും, പത്രമാധ്യമങ്ങളിൽ കൊടുക്കും. ഞാൻ പറഞ്ഞു കൊടുത്തു. അതുകൊണ്ട് എല്ലാവർക്കും ചോദിക്കുന്നവർക്കൊക്കെ കാശ് കൊടുത്ത് നമ്മൾ എങ്ങനെ കാര്യം നടത്തും? ഓൾറെഡി നമുക്ക് പലവിധ പ്രസ്ഥാനങ്ങൾ എനിക്കുണ്ട്, പല കാര്യങ്ങളുണ്ട്, പല ഷോപ്പുകളുണ്ട്. അപ്പോൾ ഇവിടെയൊക്കെ ജോലിക്കാരുമുണ്ട്. പട്ടയമടക്കമുള്ള രേഖകൾ കൈവശമുണ്ടെന്നും വ്യക്തിവൈരാഗ്യമാണ് ആരോപണങ്ങൾക്ക് പിന്നിലെന്നും സിബി ജോസഫ് ഇടുക്കി പ്രസ് ക്ലബ്ബിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. പട്ടയങ്ങൾ 1965 കാലഘട്ടത്തിലും 70 കാലഘട്ടത്തിലും കൊടുത്ത പട്ടയങ്ങളാണ്. അത് മൊത്തം 5 പട്ടയങ്ങളായിട്ടാണ് കിട്ടിയിരിക്കുന്നത്. അത് മൊത്തം 14 ഏക്കർ 69 സെന്റ് സ്ഥലമാണ് ഒരു പട്ടയം കിട്ടിയിരിക്കുന്നത്. അതിൻ്റെ പട്ടയഫയൽ മുതലുള്ള എല്ലാ രേഖകളും നമ്മുടെ കൈവശം നമ്മൾ വിവരാവകാശ പ്രകാരം എടുത്തു വച്ചിട്ടുണ്ട്. അതിന് ആർക്ക് വേണം പരിശോധിക്കാവുന്നതാണ്. എല്ലാ രേഖകളും എൻ്റെ കൈവശമുണ്ട്. ഇതിന് 2011 ബഹുമാനപ്പെട്ട ഉടുമ്പൻചോല തഹസിൽദാർ ജെന്യൂനിറ്റി സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ടുണ്ട്. എനിക്ക് ശരിക്കും നല്ല ഭയമുണ്ട്. കാരണം ഞാൻ ഒറ്റയ്ക്കാണ്. എനിക്ക് വലിയ സപ്പോർട്ടോ കാര്യങ്ങളോ അങ്ങനെയൊന്നുള്ള ആളല്ലേ. അപ്പോൾ ഇവരൊക്കെ എനിക്കും എൻ്റെ കുടുംബത്തിനും ഒക്കെ നാളെ എന്ത് സംഭവിക്കുന്നു എനിക്ക് അറിയാൻ പറ്റില്ല. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. മോളെ, നിന്റെ കൂട്ടുകാരി വന്നില്ലേ? അവള് ചെന്നൈന്ന് വരണ്ടേ അമ്മേ? മനം നിറയെ ഓണക്കോടി. മഹാറാണി വെഡിംഗ് കളക്ഷൻസ്, തൊടുപുഴ.